ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് വയനാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് കേട്ടോ. ശരിക്കും വയനാടിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഈ ഉൾഗ്രാമങ്ങളിലൂടെ തന്നെ യാത്ര ചെയ്യണം. യഥാർത്ഥ മനുഷ്യരുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴാട്ടോ. നമ്മളിപ്പോൾ കാണുന്ന നെൽപ്പാടങ്ങളും നെൽപ്പാടത്തിൽ കൃഷി ചെയ്യുന്ന ആളുകളെല്ലാം കാണുമ്പം ശരിക്കും ഒരു ഗ്രാമീണരെയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. പുറം ലോകമായിട്ട് അത്ര ബന്ധമില്ലാത്ത ആളുകളെ നമ്മൾ കൂടുതൽ അവിടെ കാണാൻ സാധിക്കുക. അതുവഴി യാത്ര ചെയ്യുന്നവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ശരിക്കും നമ്മൾ വയനാട് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി ഒന്ന് നമ്മൾ യാത്ര ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ യാത്രയുടെ യഥാർത്ഥ ഫീൽ നമുക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് എടക്കൽഗുഹയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും ഉൾഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യാനാണ് കേട്ടോ പ്ലാൻ. കാരണം ശരിക്കും ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് വയനാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് കേട്ടോ. ശരിക്കും വയനാടിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഈ ഉൾഗ്രാമങ്ങളിലൂടെ തന്നെ യാത്ര ചെയ്യണം. യഥാർത്ഥ മനുഷ്യരുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴാട്ടോ. നമ്മളിപ്പോൾ കാണുന്ന നെൽപ്പാടങ്ങളും